ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രൻ നന്ദിതയെ കാണാൻ വേണ്ടിയിട്ട് നന്ദിതയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആ സമയത്ത് ചന്ദ്രനെ കണ്ടപ്പോൾ നന്ദിത അങ്ങ് ചൂടായിട്ട് പറയണേ, എന്തിനാ ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത്? ഞാൻ ചത്തോ ജീവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അതോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനാണോ നിങ്ങൾ വന്നത് എന്നങ്ങ് ചോദിക്കാൻ. അപ്പോൾ ചന്ദ്രൻ പറയണ, അതെ, ഞാൻ ഇപ്പോൾ നിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ തന്നെയാണ് വന്നത്. അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. നീ ഒരു അമ്മയാണോ? നീ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് നീ ചിന്തിച്ചു? ഞാനൊരു അമ്മ തന്നെയാണ്, പക്ഷേ നിങ്ങളെപ്പോലെ അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചന്ദ്രൻ പറയാണ്, ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദുരന്തങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല. എനിക്ക് ജീവിക്കാൻ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഇനിയും ഞാനത് തിരുത്താനും ശ്രമിക്കുന്നില്ല. എനിക്ക് എൻ്റെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ഞാൻ നിന്നെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു. ഈ ജന്മം എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. ഇനി ഞാനത് തിരുത്താനും ശ്രമിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? നീ നേടാത്ത പലതും ഞാൻ നേടി. എൻ്റെ ഈ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം കൊണ്ടാണ് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. നിനക്കറിയോ ഞാൻ അവളെ എവിടുന്നാണ് കണ്ടുമുട്ടിയത് എന്നുള്ള? അത് നിനക്കറിയണ്ടല്ലോ അല്ലേ? ആട്ടി പുറത്താക്കാൻ എളുപ്പമാണ് നന്ദിതെ, ചേർത്ത് പിടിക്കാനാണ് പാട്. അതിന് ക്ഷമയും സഹനവും ഒരുപാട് വേണം. അതെല്ലാം ഞാൻ പഠിച്ചു. അല്ല, നീ എന്നെ പഠിപ്പിച്ചു. നീ എന്നെ ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കിയ സമയത്ത് ഒന്ന് ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നിനും പറ്റാതെ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടിയതും ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതും എല്ലാം തന്നെ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ജീവിതം എന്താണെന്നും കഷ്ടപ്പാട് എന്താണെന്നുള്ളതും എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നീ ഇവിടെ കിടന്ന് പൊട്ടിച്ചെറിക്കുമ്പോഴും നീ ഇവിടെ കിടന്ന് സുഖിക്കുക തന്നെയാണ് ചെയ്തത്. നിന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം നീ കഴിച്ചില്ലെങ്കിലും നിനക്ക് ആഹാരം ഇവിടെ ഉണ്ടായിരുന്നു. നിനക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടായിരുന്നു. നീ ഇതുപോലത്തെ ഒരു കൂരയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണീരിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് എൻ്റെ മോളെ എനിക്ക് എൻ്റെ ദൈവം തിരിച്ചു തന്നത്. ഒറ്റ നേരം കൊണ്ട് നീ നിൻ്റെ മോളെ ഇല്ലാതാക്കിയപ്പോൾ അതിന് നിനക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? മറുപടി ഉണ്ട് എനിക്ക്. ഞാൻ അവളുടെ അമ്മയാണ്. അമ്മ പ്രസവിച്ചുകൊണ്ട് മാത്രം ആരും അമ്മയാവില്ലടി. ആദ്യം അമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ക്ഷമ, സ്നേഹം എന്നാണ്. നീ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? നീ ആരെയും സ്നേഹിച്ചിട്ടില്ല. നീ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. നീ കുറേ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് ഊതി വലിപ്പിച്ച് അങ്ങ് എല്ലാവരുടെയും മുന്നിൽ അങ്ങ് ചാടിത്തുള്ളും. എന്ത് കാര്യം? നീ ഇപ്പോഴും എപ്പോഴും നിന്നെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത്. നിന്റെ മനസ്സിൽ മൊത്തം ഈഗോയാണ്. നിനക്ക് അത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറും. നീ ഇതുവരെയും നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് നന്ദിതേ എന്നങ്ങ് പറയുമ്പോൾ, അതെ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതിൽ ഇനി കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അതുകൂടി ഊതിക്കെടുത്താനാണോ നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത്? അല്ല, ഞാൻ അതിനു വേണ്ടി വന്നതല്ല. ഞാൻ ചില സത്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എനിക്കും എൻ്റെ മകൾക്കും മാത്രം അറിയാവുന്ന ചില സത്യങ്ങൾ. അത് നിന്നെ കൂടി ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അമൃതമോളെ എൻ്റെ കൈകളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് നിനക്കറിയുമോ? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാൻ തന്നെയാണ് വന്നത്. അവസാന നിമിഷത്തിലാണ് എനിക്ക് അമൃതയെ എൻ്റെ കൈകളിലേക്ക് എത്തിയത്. മരണത്തിൻ്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുന്നെയാണ് മോളെ എനിക്ക് കിട്ടിയത്. എൻ്റെ കൈകളിലേക്ക് മോളെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ അങ്ങ് വിശദമായിട്ട് തന്നെ അമൃതയെ കിട്ടിയ കാര്യമങ്ങ് നന്ദിതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. രക്ഷകനായി അവതരിച്ചതൊന്നുമല്ല, ഓർക്കാപ്പുറത്ത് എൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നതാണ് എന്നങ്ങ് പറഞ്ഞ് ചന്ദ്രൻ ഉണ്ടായ കാര്യം ഞാൻ നിനക്ക് എൻ്റെ ഒരു മരണക്കത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റിൽ തപാലിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് എനിക്ക് നീ മാപ്പ് തരണമെന്നുള്ളതും എനിക്ക് നീ എൻ്റെ മരണശേഷം നീ എൻ്റെ അടുത്ത് വരണമെന്നുള്ളതും എന്നിട്ട് എനിക്ക് നീ അവസാനമായി ഒരു ചുംബനം തരണമെന്നുള്ളതും ഒക്കെയാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നീട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഈ ചന്ദ്രേട്ടനോട് നീ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെയുള്ള കത്താണ് എഴുതിയത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ നന്ദിതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് തപാലിൽ നിക്ഷേപിച്ച ശേഷം ചന്ദ്രൻ അങ്ങ് നടന്നു പോവാണ് മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ നിൽക്കുന്ന സമയത്താവും അവിടേക്ക് ഓടി വരികയാണ് അമൃത. അങ്ങനെ ഓടി വരികയാണ് കേട്ടോ.
കാണുന്നത് അമൃതയാണെന്നൊന്നും ചന്ദ്രൻ അറിയുന്നില്ല. ഒരു പെൺകുട്ടി ഓടി വരുന്നതും പുറകെ ഒരു പയ്യൻ ഓടി വരുന്നതുമാണ് ചന്ദ്രൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ മരിക്കാൻ വേണ്ടി നിന്ന ചന്ദ്രൻ അങ്ങ് മാറിയ ശേഷം അവിടെ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അത് അമൃതയായിരിക്കും. അപ്പോൾ ആ അമൃതേനെ വിഷ്ണു എന്ന് പറഞ്ഞ് ആ പയ്യൻ അങ്ങ് ഉപദ്രവിക്കാവും കേട്ടോ. വാടി ഇവിടെ എന്നങ്ങ് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാവും. അപ്പോഴത്തേക്കും അമൃത ചന്ദ്രനെ കാണുകയാണ്. എന്നിട്ട് അച്ഛ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്രൻ പെട്ടെന്ന് തന്നെ ആ ഷോക്കിൽ നിന്നും മാറിയ ശേഷം ആ പയ്യൻ്റെ അടുത്തേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് എൻ്റെ മോളെ വിടടാ എന്നങ്ങ് പറഞ്ഞ് വിഷ്ണുവിനെ പൊതിരെ അങ്ങ് തല്ലുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ അമൃത പറയുന്നുണ്ട്, അച്ഛ അവനെ വെറുതെ വിടരുത്, അവനെ കൊല്ലണം, അവൻ ചതിയനാണ്, എന്നെ പറഞ്ഞു പറ്റിച്ചവനാണ്, അവനെ വെറുതെ വിടരുത് അച്ഛ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രൻ വിഷ്ണുവിനെ പൊതിരെ തല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വിഷ്ണു ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രൻ്റെ അടിയിൽ നിന്നും വിഷ്ണുവിന് രക്ഷപ്പെടാൻ പറ്റാതെ വിഷ്ണു ആകെ തളർന്നു പോവാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയൊക്കെയോ ചന്ദ്രനെ അങ്ങ് തട്ടി മാറ്റിയ ശേഷം വിഷ്ണു അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ചന്ദ്രൻ അമൃതയെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്ട്, എൻ്റെ മോളെ നീ എന്നെ എനിക്ക് കിട്ടിയല്ലോ, നീ എവിടെയായിരുന്നു മോളെ, നീ എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനും അമൃതയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊട്ടിക്കരയാണ്. അങ്ങനെയാണ് എനിക്ക് അമൃതയെ കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ നന്ദിതയോട് ചന്ദ്രൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ട് നന്ദിത ആകെ അങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നന്ദിതയ്ക്ക് തന്നെ അങ്ങ് കുറ്റബോധം കൊണ്ട് തന്നെ നന്ദിത പൊട്ടിക്കരയാണ്. എന്നിട്ട് ചന്ദ്രൻ നന്ദിതയോട് പറയണ, അങ്ങനെ കിട്ടിയ മോളെയാണ് നീ ഇന്നലെ ഒറ്റ വാക്കുകൊണ്ട് അങ്ങ് തട്ടിപ്പേർപ്പിച്ച് കളഞ്ഞത്. അതുകൊണ്ട് നീ ഒരു അമ്മയാണോടി, പക്ഷേ നീ ഇങ്ങനെയല്ല, ഒരു അമ്മ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പക്ഷേ എനിക്ക് നിന്നെ പോലെ ആവാൻ കഴിയില്ല. ഞാനൊരു അച്ഛനാണ്. എനിക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആൾ തന്നെയാണ്. ഭാര്യ, കുട്ടികൾ, കുടുംബം അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞതാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിന്നെ പോലെ സ്വപ്നങ്ങളും വികാരങ്ങളുമായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു അച്ഛനാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതത്തിൽ വഴികാട്ടിയായി നീ ഇല്ലെങ്കിലും വഴിമുടക്കിയായി നീ വരരുത്. ഇനി മേലിൽ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്നങ്ങ് പറയട്ടെ. അപ്പോഴൊക്കെ നന്ദിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചന്ദ്രൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രൻ പറയണ, ഞാൻ ഇനി പോവുകയാണ്, നിന്നോട് ഞാൻ യാത്ര പറയുന്നില്ല. യാത്ര പറയേണ്ടി വന്നാൽ ചിലപ്പോൾ നിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരേണ്ടി വന്നെങ്കിലോ എന്നങ്ങ് പറഞ്ഞ് ചന്ദ്രൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ചന്ദ്രൻ പോയി കഴിഞ്ഞ ശേഷം നന്ദിത ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം കൊണ്ട് തന്നെ നന്ദിത പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജനനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമലാക്ഷിയും ആതിരയും കൂടി ജനനിയെ പെണ്ണുകാണൽ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് കോളനിക്കാരുടെ നിർബന്ധപ്രകാരം തന്നെ ജനനിയെയും ഹരിദാസിനെയും വീണ്ടും വിവാഹം കഴിപ്പിക്കാമെന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ ജനനിയെ പെണ്ണ് കാണാൻ വേണ്ടി ഹരി അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ ഹരിയും സുഗുണനും സുനീഷും കൂടി അങ്ങ് വരുന്നത്. അങ്ങനെ സുനീഷിനോട് സുഗുണൻ പറയുന്നുണ്ട്, ഇത് എവിടുത്തെ മര്യാദയാണ്, കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച ചെറുക്കനും പെണ്ണുമാണ്, എന്നിട്ട് വീണ്ടും ഇപ്പോൾ ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഇത് എവിടുത്തെ ന്യായമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കോളനിക്കാരുടെ തീരുമാനമല്ലേ, അതങ്ങ് നടത്തിയേക്കാം എന്ന് സുനീഷ് പറയാണ്. എന്നിട്ട് ജനനിയെയും കൂട്ടി കമലാക്ഷിയും ആതിരയും കൂടി പെണ്ണ് കാണൽ ചടങ്ങ് പോലെ തന്നെ ചായയും ഒക്കെ ആയിട്ട് അങ്ങ് വരികയാണ്. എന്നിട്ട് പറയാണ് സുഗുണൻ, ഹരി നല്ല പോലെ പെണ്ണിനെ നോക്കിക്കോ, ഇനി വല്ല ചട്ടുകാലോ മൊടന്തോ കോങ്കണ്ണോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോ എന്നങ്ങ് തമാശ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് സുഗുണൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒപ്പം നിൽക്കുന്ന മറിയെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടന്നില്ലേ, ഇനി എന്നാണ് കമലാക്ഷി ചേച്ചി ഇവരുടെ വിവാഹം എന്ന് ചോദിക്കുമ്പോൾ വരുന്ന തിങ്കളാഴ്ച 10നും 11 ഇടയ്ക്ക് നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടക്കണം. അതും ഈ കമലാക്ഷി നേരിട്ട് തന്നെ എല്ലാതും ശുഭമായിട്ട് തന്നെ നടത്തുമെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഹരിയുടെ പേരും വിലാസവും പറയാണ്, ഒപ്പം തന്നെ ജനനിയുടെ പേരും വിലാസവും പറയണം കേട്ടോ. അപ്പോൾ ഹരി പറയാണ്, ജനനിയുടെ വിലാസം വരിക്കോലിൽ എന്നാണ് പറയുമ്പോൾ, അല്ല ഇത് പുതിയ ജനനിയാണ്, ഇത് കമലാക്ഷിയുടെ മോളാണ്, അതുകൊണ്ട് ഈ കോളനിയുടെ വിലാസം മതി ഇനി മുതൽ ജനനിക്ക് എന്നങ്ങ് പറയണ്. അപ്പോൾ ജനനിയും ഹരിയും അങ്ങ് പരസ്പരം നോക്കിക്കൊണ്ട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡ് കമലാക്ഷിയോട് മന്ദാകിനി പറയുന്നുണ്ട്, കമലാക്ഷി നീ നോക്കിക്കോ, ഈ കോളനിക്കാരും തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കല്യാണമാക്കിയിട്ട്
ഈ മന്ദാകിനി മാറ്റിയിരിക്കും, നീ കണ്ടോ, അത്രയ്ക്ക് അടിപൊളി ആക്കും എന്നുള്ള കാര്യം കമലാക്ഷിയോട് മന്ദാകിനി പറയുന്നുണ്ട്. പക്ഷേ മന്ദാകിനിയുടെ മനസ്സിൽ അതൊന്നും ആവില്ല. ജനനിയോടുള്ള പകയായിരിക്കും മന്ദാകിനിക്ക് ഉണ്ടാവുക. അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഈ കോളനിയിൽ നിന്നും അടിച്ചോടിക്കണം എന്നുള്ള ആ ഒരു ദുഷ്ടബുദ്ധിയോടെയാവും മന്ദാകിനി പറയുന്നുണ്ടാവുക. എന്നിട്ട് മന്ദാകിനി പൊരിഞ്ചുവിനെ കൂട്ടുപിടിച്ച് എന്തോ ഒരു വലിയ ഉഡായിപ്പ് തന്നെ ജനനിക്കും ഹരിക്കുമെതിരെ നടത്താനുള്ള നീക്കമൊക്കെ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ഇടുന്നുണ്ട്. അങ്ങനെ ജനനിയും ഹരിയും തമ്മിലുള്ള ഹൽദി നടക്കാൻ കേട്ടോ. നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഹൽദിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാനിരിക്കുന്നത്.